ഇതാണ് കൊയിലാണ്ടിയിൽ നിന്ന് ശ്രീ റഷീദ്, ഈ താങ്കളുടെ പാർട്ടിയിൽ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഏതായാലും ഗൾഫിലൊക്കെ തന്നെ ഇന്ന് രാത്രിയോടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതേപോലെ കേരളത്തിലും 90% പെരുന്നാൾ ആവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നാളെ രാത്രിയോടെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് മനുവിനും അതേപോലെ കിരനും സഹപ്രവർത്തകർക്കും ഒക്കെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ചേർത്ത് നിൽപ്പിന്റെയും 1000 ഈദ് ആശംസകൾ ആദ്യമായി നേരുകയാണ്. വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കെ സുധാകരൻ കോൺഗ്രസിന്റെയും UDFന്റെയും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളാണ്. അത് നമുക്കറിയാലോ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് കോട്ടയിൽ, മാർക്സിസ്റ്റ് ഗ്രാമങ്ങളിൽ തുളച്ചു കയറി 1 ലക്ഷത്തിലേറെ വോട്ടിന് ജയിച്ച ആളാണ് നമ്മുടെ സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് UDFന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയമൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരുവനാണ് ഞാൻ. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും കെ സുധാകരൻ. 100 ആളുകളുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിലും വളരെ വിരളമായിട്ടാണ് ഇത്രയും ജനപിന്തുണയുള്ള, ജനങ്ങൾ തങ്ങളോടൊപ്പമുള്ള, തങ്ങളുടെ രക്തവും മജ്ജയും മാംസവും നൽകാൻ തയ്യാറുള്ള ഒരു ജനതയുടെ നേതാവാണ് ഇങ്ങനെ എത്ര കരുത്തിട്ട നേതാവാണെന്ന് പറഞ്ഞാൽ ഇതേ സുധാകരൻ തന്നെയാണ് മുമ്പ് ഉദുമയിൽ പരാജയപ്പെട്ടത്. അത് അങ്ങനെ ഒരു കാലം ഉണ്ടാവും. ജനാധിപത്യമല്ലേ, ഇന്ദിരാഗാന്ധി തോറ്റെടുപ്പിൽ കച്ചു വലുതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള നേതാവാണെങ്കിൽ പിന്നെ എന്താണ് ഈ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾക്ക് ഇത് മനസ്സിലാകാത്തത്? അത് AICCക്കാണെങ്കിലും ഇപ്പോ ഇവർ പറഞ്ഞതുപോലെ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം സുധാകരന്റെ ആ കഴിവും, സുധാകരന്റെ ജനപിന്തുണ, സുധാകരന് കേരള ജനതയിലൂടെ. അത് വെറും കണ്ണൂർ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുധാകരനെ ഇഷ്ടപ്പെടുന്ന, സുധാകരനെ നേതാവ് അംഗീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്. അതുകൊണ്ട് സുധാകരനെ മാറ്റി അത് ഒരു നമ്പറായിരുന്നു. സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതാണ് MP മാരെന്ന് മനസ്സിലായി. അത് കേരളത്തിലെ ചില 3-4 നേതാക്കന്മാരുടെ ഒരു നമ്പറാണ്. ആ നമ്പറൊന്നും വിലപ്പോയില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു UDF സംവിധാനം വിജയിക്കില്ല. കാരണം കണ്ണൂരിലെ എന്തിനേറെ KPCC പ്രസിഡന്റ് ജയിക്കണമെങ്കിൽ സുധാകരൻ ഉണ്ടാവണം കോൺഗ്രസിൽ, അല്ലെങ്കിൽ അതുപോലും വിഷമമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും UDFന് നല്ലൊരു വിജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമേ നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മാർജിനിൽ UDF ജയിച്ചത്. ആ മാർജിനിൽ തന്നെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഒരു സുധാകരന് മുന്നിൽ ഇങ്ങനെ വല്ലാതെ വഴങ്ങി സ്ഥാനാർത്ഥി പട്ടിക അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പാർട്ടി നേതൃത്വത്തിന് യോജിച്ചാണോ? നമസ്കാരം. നമ്മളെ കെ സുധാകരൻ സാറെന്ന് പറഞ്ഞാല് കോൺഗ്രസിൽ എല്ലാവരും അധ്വാനിക്കുന്നവരാ. ഏത് ജോലി ചെയ്താൽ കൂലി കിട്ടുള്ളൂ, സത്യമായ കാര്യമാണ്. നമ്മളെ കെ സുധാകരൻ സാറിനെ പോലെ കോൺഗ്രസ് കഷ്ടപ്പെട്ട്, അതായത് പാർട്ടിയോടുകൂടി ജനാധിപത്യ രീതിയിൽ കമ്മ്യൂണിസ്റ്റിന്റെ കൂടിയും BJP കൂടിയും രാഷ്ട്രീയപരമായി ഇടപെട്ട് രാഷ്ട്രീയമായി പൊരുതിയ നേതാവ് ഇന്ന് ആരുണ്ട്? ഒരാള് ജീവിച്ചിരിക്കുന്ന AK ആന്റണിയെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അല്ലാതെ ഇരിക്കുന്ന ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഞാൻ എല്ലാവരും ബഹുമാനിക്കുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറായാലും പ്രധാനമന്ത്രി ആയാലും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാവരും ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ പാർലമെന്റ് ഇലക്ഷൻ വരും മുമ്പേ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിന് MP മത്സരിക്കാൻ പറഞ്ഞു, മത്സരിച്ചു. ഹൈക്കമാൻഡ് പറഞ്ഞ് മത്സരിച്ചു. അദ്ദേഹം പറഞ്ഞ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കാം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അസംബ്ലി മത്സരിക്കണം, കേരള രാഷ്ട്രീയം എനിക്ക് വേണം. കേരളത്തിലെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, കണ്ണൂർ ജനങ്ങളല്ല കേരളത്തിൽ മൊത്തം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത് എന്നെ നിങ്ങൾ നിർബന്ധിക്കരുത്. ഈ വന്ന ഹൈക്കമാൻഡ് ഉൾപ്പെടെ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ വന്നാൽ നമുക്ക് അതിനൊന്നും നമുക്ക് മത്സരിക്കാമല്ലോ, അഥവാ തോറ്റാലും MP ആയിട്ട് ഇരിക്കാമല്ലോ. ഇല്ല, അങ്ങനെയല്ല. പക്ഷെ ഞാൻ തോറ്റില്ലെങ്കിലും അസംബ്ലി രാഷ്ട്രീയം വരുമ്പോൾ എന്നെ എടുക്കണം. ആ ഒരു വാക്ക് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.